ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്പെഷ്യൽ മത്തിക്കറിയാണ്. അതായത് ഞാൻ കുടമ്പുളിയും മസാലയും ഇട്ടിട്ട് നല്ല തിക്നെസ്സായ ഗ്രേവിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. ഇത് 1/2 കിലോയിലും കൂടുതലുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള മത്തിയാണ് കേട്ടോ ഇത്. ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്യാൻ മത്തി മസാല ഇടുന്നത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യാറുള്ളത്. തല എടുക്കുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി ചെറിയ മീനിൻ്റെ തല വരെ ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതാ ഈ പൂവ് വെച്ചിട്ട് പകുതി വെച്ചിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഇതിന് ചുണ്ടൊക്കെ മുറിച്ചിട്ട് രണ്ട് പീസാണ് കേട്ടോ ആക്കുന്നത്. ഇതിൽ നല്ല വെളിച്ചെണ്ണയുള്ള മത്തിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മീൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഞാൻ നന്നാക്കി എടുത്തിട്ട് കൊണ്ടുവരാം. മീനല്ലാതെ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായി ഒരു കുടംപുളീൻ്റെ പീസാണ് കേട്ടോ. 1/2 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികളെല്ലാം ചൂടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നാക്കി ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കറി ഉണ്ടാക്കാൻ നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. ഏകദേശം 1 സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ ഉലുവയും 1/4 സ്പൂൺ പെരിഞ്ചീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് 3 വെളുത്തുള്ളിൻ്റെ ചുളാണ് ഇട്ട് കൊടുത്തത്. ഒരു 3 കറിവേപ്പിലിൻ്റെ ഇല ഇട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഓക്കായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമായ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 സ്പൂണാണ് കേട്ടോ. പിന്നെ വലിയൊരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കറീൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയുടെ ആ ചെറിയൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുതിർത്തി വെച്ച കുടംപുളീൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഈ ഗ്രേവി ഞാൻ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്തി വെച്ച പുളി പീസാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. കൂടെ ഞാനൊരു മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി മാങ്ങ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഒരു പുളിക്ക് പകരം 2 പുളീൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കറി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കറി ജസ്റ്റ് ഒന്നാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി തോല് പൊളിച്ചെടുക്കാനുണ്ട്. ഒരു 5-6 ചുള ഉണ്ടാവും. അത് ഞാൻ തോല് പൊളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വറവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് റൗണ്ടിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. വറവിടാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണ് കടുക്. ഈ ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം.
ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ 5 മിനിറ്റെല്ലാം കഴിഞ്ഞു. കറി ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ മല്ലിപ്പൊടിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും സൂപ്പറാണ്. അപ്പോൾ മത്തി എല്ലാ കാലത്തും അവൈലബിളായ ഒരു മത്സ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഈ കറി കപ്പയിലേക്ക് അടിപൊളി കോമ്പിനേഷനാണ്, അതുപോലെ പുട്ടിലേക്കും. അപ്പോൾ ലഞ്ചൊക്കെ കഴിക്കാനുള്ള ടൈമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ചോറും പൊരിച്ചുമീനൊക്കെ എടുത്തിട്ടുണ്ട്, കറിയൊക്കെ ഒഴിച്ച് ഒരു പപ്പടമുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഇതാണ് ഇന്നത്തെ ലഞ്ചിനുള്ള ഐറ്റംസ്. അപ്പോൾ ഞാൻ കഴിച്ചൊക്കെ പോവാണ്. ഒരു പീസ് മാങ്ങയും പൊരിച്ച മീനും സാദാ കറിച്ച മീനും പപ്പടവും ഒക്കെ കൂട്ടി കുഴച്ചിട്ടുണ്ടല്ലോ, ഒരു പിടി പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.